ഒന്നിനെ തന്നെ പലതായി കണ്ട് തങ്ങളിൽ കലമ്പുന്ന നിന്ദ്യതയെ ചൊല്ലു നീ ഇരുളോ വെളിച്ചമോ. ഏതാണ് ഇരുള് ഏതാണ് വെളിച്ചമെന്നറിയാതെ തപ്പിത്തടയുന്ന ഒരു സമസ്യയെങ്കിൽ എന്ന പോലെ ഒരു വലിയ എക്സിക്യൂട്ടീവായിട്ടുള്ള ഒരു കമ്പനി ആരംഭിക്കുന്നു. വളരെ കാർക്കശ്യമായിട്ടുള്ള എല്ലാവിധത്തിലുള്ള നിയമ നടപടികൾക്കും പരിശോധനയ്ക്കും ശേഷം മാത്രം തൊഴിലാളികൾ അകത്തു പോകും. അതിനുശേഷം മാത്രം തൊഴിലാളികൾ പുറത്തു വരും. കമ്പനിയുടെ ഉള്ളിലും പുറത്തുമെല്ലാം ക്യാമറകളുണ്ട്. ക്യാമറകൾക്ക് പുറമെ വ്യക്തിപരമായ പരിശോധന, അവർ കൊണ്ടുവരുന്ന തുകൽസഞ്ചി അടക്കം എല്ലാം പരിശോധിച്ച ശേഷം മാത്രം അകത്തു പോകുന്ന തൊഴിലാളികൾ. അങ്ങനെ ഇരിക്കും ഒരു തൊഴിലാളി ഒരു വൈകുന്നേരം ഒരു വീൽബാരോ, ഒരു ട്രോളിയുമായിട്ട് വരുന്നു. അവിടെ പരിശോധനയ്ക്ക് നിൽക്കുന്ന ആൾ അയാളെ തടഞ്ഞു നിർത്തി. അയാൾ ചോദിച്ചു, എന്താണ് വീൽബാരോയിൽ? ഇയാൾ പറഞ്ഞു, കാർട്ടൺ ബോക്സ്. കാർട്ടൺ ബോക്സിൽ എന്താണ്? അതിൽ സോഡസ്റ്റാണ്, അറക്കപ്പൊടിയാണ്. എന്തിനാണത്? ഇവിടെ ഉപകാരമില്ലല്ലോ, എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി എനിക്കൊരു ചെറിയ ആവശ്യം ഉണ്ടായിരുന്നു. അയാൾ കാർട്ടൺ ബോക്സ് തുറക്കാൻ പറഞ്ഞു. കാർട്ടൺ ബോക്സ് തുറന്നു, കണ്ടു, ബോധിച്ചു, അറക്കപ്പൊടിയാണ്. അയാൾ കടന്നു പോകാൻ പറഞ്ഞു. പിറ്റേന്ന് വൈകുന്നേരവും ഇയാൾ ഇതേപോലെ തന്നെ വീൽബാരോയുമായിട്ട് വരുന്നു. വാച്ച്മാൻ തടഞ്ഞു നിർത്തുന്നു. അയാളോട് ചോദിക്കുന്നു, എന്താണ് വീൽബാരോയിൽ? അയാൾ പറയുന്നു, കാർട്ടൺ ബോക്സ്. എന്താണ് കാർട്ടൺ ബോക്സിൽ? കാർട്ടൺ ബോക്സിൽ അറക്കപ്പൊടി. കാണട്ടെ എന്ന് പറയുന്നു. തുറക്കുന്നു. ഇയാൾ അന്ന് അല്പം കൂടി കാർക്കശ്യമായ പരിശോധന, അതിൽ നിന്ന് കുറച്ച് അറക്കപ്പൊടി എടുത്ത് മണത്തൊക്കെ നോക്കി അറക്കപ്പൊടി തന്നെയാണെന്ന് ഉറപ്പുവരുത്തി എന്നിട്ട് കടന്നു പോകാൻ പറയുന്നു. മൂന്നാമത്തെ ദിവസവും അയാൾ വൈകുന്നേരം ആകുമ്പോൾ വീൽബാരോയും കൊണ്ട് വരുന്നു, തടഞ്ഞു നിർത്തുന്നു. വീൽബാരോയിൽ എന്താണ്? കാർട്ടൺ ബോക്സ്. കാർട്ടൺ ബോക്സിൽ എന്താണ്? സോഡസ്റ്റ്. ഇതെന്തിനാണ്? എനിക്ക് വീട്ടിൽ കൊണ്ടുപോയി കുറച്ചൊരു ആവശ്യം ഉണ്ടായിരുന്നു. അന്ന് ഇയാൾ പതിവിൽ കൂടുതൽ കാർക്കശ്യമായിട്ട് പരിശോധനയ്ക്ക് വിധേയനാവുകയാണ്. ഇയാൾ ഈ കാർട്ടൺ ബോക്സ് എടുത്ത് കുടഞ്ഞിട്ടു, അറക്കപ്പൊടിയാണെന്ന് ഉറപ്പുവരുത്തി, എന്നിട്ട് പറഞ്ഞ് വാരിക്കൊണ്ട് പോകും, കടന്നുപോയി. നാലാമത്തെ ദിവസവും ഇയാൾ വൈകുന്നേരമായപ്പോൾ ഒരു വീൽബാരോയും കൊണ്ട് വരുന്നു. എന്താണ് വീൽബാരോയിൽ? കാർട്ടൺ ബോക്സ്. എന്താണ് കാർട്ടൺ ബോക്സിൽ? സോഡസ്റ്റ്, അറക്കപ്പൊടി. ഇതെന്തിനാണ്? ഇയാൾ വീണ്ടും പതിവ് ഉത്തരം തന്നെ പറഞ്ഞു, എനിക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു. ഇയാളന്ന് കാർട്ടൺ ബോക്സ് കുടഞ്ഞിട്ടു, അറക്കപ്പൊടി മുഴുവൻ ചിതറി വീൽബാരോയിൽ വീണു. അയാൾ ഈ കാർട്ടൺ ബോക്സ് മറിച്ചും തിരിച്ചുമൊക്കെ നോക്കി പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ആ പൊക്കോ എന്നുള്ള ഒരു ആംഗ്യം കാണിച്ചു. അഞ്ചാമത്തെ ദിവസവും വൈകുന്നേരം ഇയാൾ ഇതേ വീൽബാരോയിൽ തടഞ്ഞു നിർത്തുമ്പോൾ പറയുന്നു കാർട്ടൺ ബോക്സ്. കാർട്ടൺ ബോക്സിൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നു അതിൽ അറക്കപ്പൊടി. ഇയാൾ എല്ലാ വിധത്തിലും പരിശോധിച്ചു. അവസാനം വീൽബാരോയുടെ അടിയിലും മറ്റുമൊക്കെ നോക്കി, കാർട്ടൺ ബോക്സ് മറിച്ചും തിരിച്ചു നോക്കി, ഈ അറക്കപ്പൊടിയിൽ തിരുമ്മി നോക്കി, മണത്തും നോക്കി. എല്ലാ വിധത്തിലും പരാജിതനായ ഒരാളുടെ മുഖഭാവത്തോടെ ഈ പരിശോധനക്കാരൻ ഇയാളോട് ചോദിക്കുകയാണ്, എൻ്റെ മനസ്സ് പറയുന്നത് നിങ്ങളെന്തോ മോഷ്ടിക്കുന്നുണ്ട് ഇവിടെ നിന്ന്, എന്തോ കട്ടുകൊണ്ട് പോവുകയാണ്. എൻ്റെ മനസ്സങ്ങനെ വെറുതെ പറയാറില്ല. എൻ്റെ മനസ്സിന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഞാൻ ഉറപ്പിച്ച് പറയാം, നിങ്ങൾ ഇവിടെ നിന്ന് എന്തോ മോഷ്ടിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് കണ്ടുപിടിക്കാനാവുന്നില്ല. ഇനി എൻ്റെ കൂടി ജോലി ഇത് കണ്ടുപിടിച്ചില്ല എങ്കിലും പറഞ്ഞാലും കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളിത് കൊണ്ടുപോയതിനാൽ എൻ്റെ കൂടി ജോലി തെറിക്കുമെന്നുള്ളതിനാൽ ഞാൻ ഇതാരോടും പറയത്തില്ല. നിങ്ങൾക്ക് പറയാമോ, നിങ്ങൾ എന്താണ് ഇവിടെ നിന്ന് കട്ടുകൊണ്ട് പോകുന്നത്? നിങ്ങൾ മോഷ്ടിക്കുകയാണോ? അപ്പോൾ ഈ വീൽബാരോ തള്ളി വന്ന തൊഴിലാളി പറയുകയാണ്, അതെ, ഞാൻ മോഷ്ടിക്കുകയാണ്. ഞാനിത് ആരോടും പറയത്തില്ല. നിങ്ങൾക്ക് പറയാമോ, എന്താണ് നിങ്ങളിവിടെ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോവുക? അറക്കപ്പൊടി കൊണ്ടുപോയിട്ട് എന്തിനാണ്? ഉടനെ തൊഴിലാളി ഒരൊറ്റ വാക്കുത്തരം പറയുകയാണ്, വീൽബാരോ. വി മിസ് ദ റിയൽ പിക്ചർ. നമ്മൾ പലപ്പോഴും കാണേണ്ടത് കാണുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ക്രിസ്തു കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് മുഴുവൻ കാണാതെ പോകുന്ന ശിഷ്യന്മാരുടെ ഒരു പ്രജ്ഞ, അതാണ് നമ്മുടെ ധ്യാന വിഷയം. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 16 അധ്യായവും ഏറ്റവും ആദ്യത്തെ സുവിശേഷം എന്ന രീതിയിൽ അതിനെ നമ്മൾ സമീപിക്കുകയാണെങ്കിൽ 1-ാമത്തെ അധ്യായം മുതൽ ഏതാണ്ട് 3-ാമത്തെ അധ്യായം വരെ മനുഷ്യപുത്രനായ ക്രിസ്തുവിനെ കാണിക്കുന്നു. 8 അധ്യായം വരെ ഈ മനുഷ്യപുത്രൻ ആരാണെന്ന്, ദൈവപുത്രനിലേക്കുള്ള ദൂരം എങ്ങനെയാണെന്ന്, ദൈവരാജ്യം എങ്ങനെയാണെന്നൊക്കെ വിഭാവനം ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞ് ബോധിപ്പിക്കുകയാണ് ശിഷ്യരെ. പക്ഷെ ശിഷ്യർക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നത് അടയാളങ്ങളിലൂടെ, അത്ഭുതങ്ങളിലൂടെ മാത്രമാണ്. യേശു ക്രിസ്തു വിഭാവനം ചെയ്യുന്ന ആദ്യത്തെ 8 അധ്യായങ്ങളിലെ അത്ഭുതങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ വിസ്മയഭരിതരായി നിൽക്കുന്ന ആളുകൾ കൂടുമ്പോൾ, കൈയടിക്കുന്ന ജനക്കൂട്ടം കൂടുമ്പോൾ അത്ഭുതം ജനിക്കുന്ന യേശു ക്രിസ്തു ദൈവപുത്രനായിട്ട് മാറാനുള്ള മനുഷ്യപുത്രനെ മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ. പെട്ടെന്നൊരു 10-ാം അധ്യായത്തിലേക്കൊക്കെ കൂടുമാറുമ്പോൾ ഈശോ കഥ മാറ്റുകയാണ്. 8-ാം അധ്യായത്തിൽ നിന്ന് 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈശോ പറയുകയാണ്, മനുഷ്യപുത്രൻ പീഡിപ്പിക്കപ്പെടും, ജെറുസലേമിലേക്ക് കൊണ്ടുപോകപ്പെടും. അവർക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. അവരവിടെ സന്നാഹമൊക്കെ ഒരുക്കിയിരിക്കുകയാണ്. മനുഷ്യപുത്രനായ ക്രിസ്തുവിനെ, ദൈവപുത്രനായ ക്രിസ്തുവിനെ മെശിഹായായിട്ട് വാഴിക്കാനായിട്ട്, രക്ഷകനായിട്ട് അവർ വിഭാവനം ചെയ്യുന്ന ചിത്രത്തെക്കുറിച്ച് മാത്രം ധ്യാനിച്ചിരിക്കുകയാണ്.
പിന്നാമ്പുറത്ത് അവരിങ്ങനെ ഒരു ഒരുക്കം നടത്തുന്നത് അറിയാതെ ക്രിസ്തു, സഹനദാസനെ കുറിച്ചുള്ള ധ്യാനമുള്ള ക്രിസ്തു ഏതാണ്ട് 11-ാം അധ്യായത്തിലേക്ക് ദേവാലയ പ്രവേശനം, 12-ാം അധ്യായത്തിൽ യഹൂദരോടുള്ള തർക്കം, 13-ാം അധ്യായത്തിൽ വരുമ്പോൾ ദേവാലയത്തിന്റെ നാശത്തെക്കുറിച്ചുള്ള പ്രവചനം, അവസാനം ഇന്ന് എത്തി നിൽക്കുന്നത് അവരോട് പറയുകയാണ് മനുഷ്യപുത്രൻ വരാനിരിക്കുന്നു, രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ചൊക്കെ പറയുകയാണ്. ഇതൊന്നും ശിഷ്യർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അവർ കൃത്യമായിട്ടുള്ള ക്രിസ്തു വിഭാവനം ചെയ്യുന്ന ആ മനോഭാവം, ക്രിസ്തു ഇവരെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവരാജ്യം, അതിൻ്റെ ഏറ്റവും പാരമ്യത്തിലും മനസ്സിലാക്കാൻ പരാജയപ്പെട്ടു പോകുന്ന ശിഷ്യഗണം. അവരിങ്ങനെ വിജൃംഭിതരായിട്ട് നിൽക്കുമ്പോൾ ക്രിസ്തു അവരുടെ മുഖതാവിൽ നിന്നിട്ട് വളരെ ലാളിത്യത്തോടെ പറയുകയാണ്, അത്തിമരത്ത് നോക്കുക. വീണ്ടും ഈ 13-ാം അധ്യായത്തിൽ തന്നെ ഭാഗധേയങ്ങളിൽ കൃത്യമായിട്ട് നമ്മുടെ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ പറയുന്നുണ്ട്, 4 ദിക്കിൽ നിന്നും ആളുകൾ വിളിച്ചു കൂട്ടപ്പെടും. അതായത് ദൈവരാജ്യം എന്ന് പറയുന്നത് എനിക്കോ നിനക്കോ വേണ്ടി മാത്രം വിഭാവനം ചെയ്തിട്ടുള്ളതല്ല, നിന്റെ അയൽപക്കക്കാരെ 4 ദിക്കിൽ നിന്നുള്ളവരെ ദൈവരാജ്യത്തിലേക്ക് ഒരുമിച്ച് കൊണ്ടുവരികയാണ്. ഈ കഴിഞ്ഞ ഒരാഴ്ച ധ്യാനിച്ച ഭാഗങ്ങളിലൊക്കെ ഇത് പറയുന്നുണ്ട്. കുഷ്ഠരോഗികളെ കുറിച്ച് പറയുന്ന ഭാഗധേയത്തിൽ വളരെ വ്യക്തമായിട്ട് ഈശോ പറയുന്നുണ്ട്. കുഷ്ഠരോഗികൾ എന്ന് പറഞ്ഞിട്ടുള്ളൂ. സ്കൂളിൽ പഠിക്കുന്നവരെ നമ്മൾ സ്റ്റുഡൻസ്, വിദ്യാർത്ഥികൾ എന്ന് പറയും. രോഗികൾ, ആശുപത്രിയിലായിരിക്കുന്നവരെ നമ്മൾ ഒരുമിച്ച് രോഗികൾ എന്ന് പറയും. ഇവിടെ രക്ഷിക്കപ്പെടേണ്ടത് എല്ലാവരുമാണെന്നുള്ള ആ ഭാവന നഷ്ടപ്പെട്ടു പോകുന്ന ശിഷ്യരുടെ മുമ്പിലാണ് ഈശോ നിൽക്കുക, കുറച്ചുകൂടി വെളിച്ചം വിതറാൻ വേണ്ടിയിട്ട്. അത്തിമരത്തിൻ്റെ വിഭാവനമൊക്കെ കൊണ്ടുവരുന്നത് അവിടെയാണ്. അത്തിമരത്തിൻ്റെ അടയാളമൊക്കെ കാണും. നമ്മളിപ്പോഴും അടയാളം അന്വേഷിച്ചു പോവുകയാണോ എന്ന് ക്രിസ്തു അല്പമെങ്കിലും നൊമ്പരപ്പെടുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ നൊമ്പരപ്പാടിൽ നിന്നാണ് ക്രിസ്തു പറയുന്നത്, എനിക്ക് പോലും ഇത് അറിയത്തില്ല, മനുഷ്യപുത്രന് പോലും അറിയത്തില്ല, ദൈവദൂതന്മാർക്ക് പോലും മനുഷ്യപുത്രന് പോലും അറിയപ്പെടാത്തൊരു കാര്യം, പിതാവ് മാത്രം വിഭാവനം ചെയ്യുന്നൊരു കാര്യം, പിതാവിൻ്റെ ഇഷ്ടാനുസരണമാണ് നമ്മൾ ഇതിൽ. അതായത് ഒരു സൂര്യഗ്രഹണത്തെക്കുറിച്ചൊന്ന് ധ്യാനിക്കാം. സൂര്യനിൽ നിന്ന് പ്രകാശം ഉൾക്കൊണ്ടാണ് ചന്ദ്രൻ ഇങ്ങനെ ഉപഗ്രഹമായിട്ട് ഇങ്ങനെ പോവുക. ഈ ചന്ദ്രൻ ഒരു ദിവസം നമ്മുടെ കാഴ്ചക്കോണിൽ നിന്ന് നോക്കുമ്പോൾ ഈ സൂര്യനെ പോലും മറക്കുന്ന ഒരു സംഭവം, ഒരു പ്രതിഭാസം, അതിനെയാണ് സൂര്യഗ്രഹണം എന്ന് പറയുക. മനുഷ്യൻ ഇവിടെ ദൈവപുത്രനായ ക്രിസ്തുവിനെ, മനുഷ്യപുത്രനായ ക്രിസ്തുവിനെ ഒരു നിമിഷം ഒന്നും മറച്ചു പിടിക്കാൻ വെമ്പൽ കൊള്ളുന്നുണ്ടോ എന്നുള്ളതാണ് വിചിന്തന വിഷയം. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ദൈവരാജ്യത്തിൻ്റെ വിഭാവനത്തെ, ദൈവപുത്രനെ കാണാതിരിക്കാനായിട്ട് കണ്ണിറുക്കെ പിടിക്കുന്നത് പോലെ, കാണാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടും കാണാതെ പോകുന്നത് പോലെ, ഒരുപക്ഷെ ജെയ്റ്റസിൻ്റെ പാട്ടിലുള്ളതുപോലെ, പലവരും ഞാൻ നിന്നെ കണ്ടിട്ടും കാണാതെ നടന്നകുന്നു, പലവരും ഞാൻ നിന്നെ കേട്ടിട്ടും കേൾക്കാതെ നടന്നകുന്നു. സൻഹദ്രീനിലേക്ക് എത്തുമ്പോഴാണ് ഏതാണ്ട് ഇതിൻ്റെ പര്യവസാനം കാണുന്നത് ഇങ്ങനെയാണ്. സൻഹദ്രീനിലേക്ക് എത്തുമ്പോഴേക്കും ഇവർ വിചാരിക്കുന്നത് കഴുതപ്പുറത്ത് വരുന്ന ക്രിസ്തു ടെക്നിക്കലായിട്ട് അങ്ങോട്ട് കടന്നു വരികയാണെന്നാണ്. അതുകൊണ്ട് ഇവർ വാളും പടക്കോപ്പുകളും ഒക്കെ ഇങ്ങനെ ഒളിച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് പത്രോസ് പോലും വാളെടുത്ത് ആഞ്ഞു വീശുന്നത്. അവിടെ ഇപ്പോൾ ദൈവരാജ്യത്തിന്റെ പുനഃസൃഷ്ടി ഇവിടെ ഇപ്പോൾ നടത്തും. വാളെടുക്കുന്നവൻ വാളാലേ എന്ന് ക്രിസ്തു അപ്പോഴും ശാസിക്കുന്നത് അതുകൊണ്ട്. നമ്മുടെയൊക്കെ ഭാവനയിൽ നിറച്ചു വെക്കേണ്ടത്, നമ്മളുടെ തെറ്റിദ്ധാരണ കൊണ്ട് ദൈവരാജ്യത്തെക്കുറിച്ച് അറിയാതെ നമ്മൾ പോകുന്നുണ്ട്. യേശു ക്രിസ്തു സഹനത്തിലേക്കും മരണത്തിലേക്കും നമ്മളെ വിളിക്കുകയാണെങ്കിൽ നമുക്കത് മറച്ചു പിടിക്കാനുള്ള അവകാശമുണ്ട്. സഹനത്തിലൂടെ, ഇല്ലായ്മയിലൂടെ, സ്വയം ശൂന്യവൽക്കരണത്തിലൂടെയുള്ള ഒരു വഴിയാണ് ഈശോ വെട്ടിത്തെളിക്കുക. കഴിഞ്ഞ ഞായറാഴ്ചത്തെ സുവിശേഷ ധ്യാനം ഒന്ന് ചേർത്ത് വെക്കുകയാണ്. രാജാവിൻ്റെ തോളത്തിരുന്നിട്ട് ഇങ്ങനെ മട്ടുപ്പാവിൽ വന്ന് എല്ലാവരെയും ശൂന്യകരങ്ങൾ ഉയർത്തി കാണിച്ച് അഭിവാദനം ചെയ്യുന്ന ഒരു രാജകുമാരിയുടെ കണക്കെ ഒരു വിധവ ദേവാലയം വിട്ടിറങ്ങി വരികയാണ്. ഭൂമിയിലേക്കും വെച്ചുണ്ടായേക്കാവുന്ന എല്ലാ സുവിശേഷ പ്രസംഗകരുടെയും അടിസ്ഥാന കഥാപാത്രമാക്കി, കേന്ദ്ര കഥാപാത്രമാക്കി ഒന്നുമില്ലാത്തൊരു ദരിദ്ര വിധവയെ ഈശോ അന്നേ വിഭാവനം ചെയ്തിരുന്നില്ല. ഒന്നുമില്ലായ്മയാണ്, ശൂന്യവൽക്കരണമാണ്, നമ്മളല്ലാതെ ആകുന്നതാണ്. സഹനം ഏറ്റെടുക്കാൻ, നൊമ്പരപ്പെടാൻ ഇപ്പോഴേ, മുറിയപ്പെടാൻ ഇപ്പോഴേ തുനിയുന്നൊരു വഴിയാണ് ഈശോ നമുക്ക് തുറന്നു വെക്കുക. അതുകൊണ്ടാണ് സുവിശേഷം ഓർമ്മിപ്പിക്കുക, നഷ്ടപ്പെടുത്തുന്നവനാണ് അത് നേടുന്നത്. സ്വജീവനെ തന്നെ മുറുകെ പിടിച്ച് കരുപ്പിടിപ്പിച്ച് മറ്റെന്തെങ്കിലുമൊക്കെ നേടാൻ ഭാവിക്കുന്നവരുടെ മുമ്പിൽ ഈശോ മറുതലിച്ച് നിന്നിട്ട് ഒരൊറ്റ ചോദ്യം ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തേ മനസ്സിലാവാത്തത്? നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ആയിരുന്നില്ല. 30-33 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ വ്യതയാണ്. എന്ന സുവിശേഷം അവസാനിപ്പിക്കുമ്പോൾ ഈ വചനവിചിന്തനം നമുക്ക് ഇപ്രകാരം അവസാനിപ്പിക്കാം. ക്രിസ്തുവിനെ ഞാൻ വല്ലാതെ മറച്ചു പിടിക്കുന്നുണ്ടോ? എൻ്റെ ചിന്തകൾ, എൻ്റെ സ്വപ്നങ്ങൾ, എൻ്റെ ആഗ്രഹങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തി ക്രിസ്തു നമ്മെ കൂട്ടിക്കൊണ്ടുപോകാനാകുന്ന സഹന പർവ്വങ്ങളിൽ നിന്ന് നാം ഓടി അകലാൻ വെമ്പൽ കൊള്ളുന്നുണ്ടോ?
എങ്കിൽ നീ ക്രിസ്തുവിൽ നിന്ന് ഒരു കാതം ദൂരെ, ഒരു കല്ലേറും ദൂരെയല്ല, അതിലും അപ്പുറം ദൂരെയാണെന്ന് വായിച്ചെടുത്തുകൊള്ളുക. സുവിശേഷ ധ്യാനം ഇപ്രകാരം അവസാനിപ്പിക്കാം. ക്രിസ്തു നമ്മെ ധ്യാനിക്കാനായിട്ട് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുക സഹനപർവങ്ങളിലേക്ക്, ശൂന്യവൽക്കരണങ്ങളിലേക്ക്, ദൈവത്തിനും മാത്രം അറിയാവുന്ന ഒരു വഴിയിലേക്കാണ്. നമുക്ക് ആ വഴിയിൽ ദൈവത്തിൽ അഭയം പ്രാപിക്കുക എന്നത് മാത്രമാണ്, വിശ്വസിക്കുക എന്നത് മാത്രമാണ് ആശ്വാസം. ഹൈഡഗർ പറയുന്നു, എന്താണ് വിശ്വാസം എന്ന് ചോദിക്കുമ്പോൾ ഹൈഡഗർ പ്രകാരം പറയുന്നു, ലീപ് ഇൻ ടു ഡാർക്ക്നെസ്, മുന്നിലുള്ള കൂരിരുട്ടിലേക്കുള്ള നിന്റെ എടുത്തുചാട്ടമാണ് വിശ്വാസം. അപ്പോൾ യേശുക്രിസ്തു നമുക്കതിൽ ധൈര്യം തരുന്നുണ്ട് ഇന്നത്തെ സുവിശേഷത്തിലൂടെ. മനുഷ്യപുത്രന് അതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല, ദൈവപുത്രന് അതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ല. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ ആകെ ചുരുളതാണ് മനുഷ്യപുത്രനിൽ നിന്ന് ദൈവപുത്രനിലേക്കുള്ള ക്രിസ്തുവിൻ്റെ ആ കൂടുമാറ്റത്തെ ധ്യാനിക്കുക. ശൂന്യവൽക്കരണത്തിൻ്റെ പാത നിന്നെ ആശ്വസിപ്പിക്കട്ടെ. സഹനത്തിൻ്റെ പാത ക്രിസ്തു കൂടെയുണ്ടെന്നുള്ള ഉറപ്പിൽ നിന്നെ വിശ്വസിപ്പിക്കട്ടെ. വീണ്ടും ദൈവരാജ്യത്തിൻ്റെ എല്ലാ പ്രകാശത്തിലേക്കും ആ പ്രകാശ പൂർണിമയിലേക്ക് നിന്നെ നടത്തട്ടെ. ആമേൻ.